ഗവൺമെന്റിനെ നമ്മൾ എന്തിന് പ്രൈം വിറ്റ്നസ് എന്തിന് കരുതേച്ച് കാണിക്കണം? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അന്ത്യ ഗവൺമെന്റ് ആയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുന്നത്. ഇതൊക്കെ ഖജനാവിനെ വല്ലാതെ ചോർത്തുന്നതാണ്. ഈ ഫുൾ പേജ് പരസ്യത്തിന്റെ ആവശ്യം എന്താണ്? മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നമുക്കറിയാം. മെഡിക്കൽ കോളേജുകളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ഒക്കെ അവസ്ഥ ഈ തരത്തിലാണ്. അപ്പൊ ഈ കിഫ്ബി ഫണ്ട് എവിടെ പോകുന്നു? കിഫ്ബി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു? പ്രവർത്തനം തുടങ്ങിയിട്ട് 9.5 വർഷമായി. ഈ 9.5 വർഷം കൊണ്ട് നേടിയത് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ കുറവ് മാത്രമാണ്. ഇനി വേറെ ഒരു LDF ഗവൺമെന്റ് അല്ല, വേറൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ ഏത് ഗവൺമെന്റ് വന്നാലും അവർക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. ഐക്യ കേരളത്തിന്റെ വിജയഗാഥകളിൽ മറ്റൊരു പൊന്തൂവലായി മാറുകയാണ് കിഫ്ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ് സർക്കാർ പറയുന്നത്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വികസന മുന്നേറ്റം സൃഷ്ടിക്കുന്നതിലും പുതിയ ആശയവും പ്രതീക്ഷയും നൽകുന്നതാണ് കിഫ്ബി. നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുകയും കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കാതെ വരികയും ചെയ്തതോടെ പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി കിഫ്ബി എത്തിയതിന്റെ ചരിത്രമാണ് കിഫ്ബിയുടെ 1/4 നൂറ്റാണ്ട് പറയുന്നത്. എന്നാൽ വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുകയോ നിയമസഭയിൽ അവതരിപ്പിക്കുകയോ ചെയ്യാത്ത കിഫ്ബി ഒരു വെള്ളാനയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കേരളത്തെ ഭീമമായ കടക്കെണിയിലാക്കിയ കിഫ്ബിയുടെ വിവിധ ഇടപാടുകൾ സംശയാസ്പദമാണ് എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. കിഫ്ബിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മാഡമാണ് ഒപ്പമുള്ളത്. മേരി ജോർജ് മാഡം, ഈ കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ വലിയൊരു പരസ്യം പത്രങ്ങളുടെയെല്ലാം ഫ്രണ്ട് പേജിൽ വന്നതാണ്. മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ ഉൾപ്പെടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ്, കഴിഞ്ഞ തവണ നമ്മൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിനെതിരെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് മാഡം ഉൾപ്പെടെ നേരിട്ടത്. സത്യം പറഞ്ഞതിന് സർക്കാരിനെ കരിവാരി തേക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് മേഡത്തിനും എനിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് നടന്നിരുന്നു. മോശമായ പദങ്ങളാണ് പലരും ഉപയോഗിച്ചത്. ഇവരോട് എന്താണ് മറുപടി പറയാനുള്ളത്? സത്യം പറയുന്നവരെ ഇങ്ങനെ ആക്രമിച്ചാൽ മാഡം വാ അടയ്ക്കുമോ? നമുക്ക് വാ അടപ്പിക്കാൻ പറ്റില്ല. അതായത് മലയാളികളെ പറ്റി എനിക്ക് വലിയ ബഹുമാനത്തോടെ ചിന്തിച്ചിരുന്നു. സാക്ഷരത മാത്രമല്ല, വലിയ തോതിൽ ലിറ്ററേറ്റ് ആയിട്ട് ചിന്തിക്കുകയും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന മലയാളികളാണ് എന്ന് ഞാൻ ഊറ്റം കൊണ്ടിരുന്നു. ഏത് വേദിയിൽ വെച്ചും മലയാള നാടിനെ ഞാൻ ഉയർത്തി കാട്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്. ഈ ഗവൺമെന്റിനെ നമ്മൾ എന്തിന് പ്രൈം വിറ്റ്നസ് എന്തിന് കരുതേച്ച് കാണിക്കണം? ഗവൺമെന്റ് ഓൾറെഡി എല്ലാവരുടെ മുൻപിലും എല്ലാ സംസ്ഥാനങ്ങളുടെ മുൻപിലും കരുതേച്ച ഒരു ഗവൺമെന്റ് ആണ്. കാരണം അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അന്ത്യ ഗവൺമെന്റ് ആയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുന്നത് എന്ന് വിവരമുള്ള ആർക്കും, കാര്യങ്ങളുടെ വസ്തുതകൾ ശരിയായി ഗ്രഹിക്കുന്ന ആർക്കും മനസ്സിലാകും. അതല്ലാതെ മുഖ്യമന്ത്രിയെ സ്തുതി പാടിയത് കൊണ്ടോ ഗവൺമെന്റിനെ പുകഴ്ത്തിയത് കൊണ്ടോ മാത്രം ശരിയാക്കാൻ ഒക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. അലകും പിടിയും മാറേണ്ട ഗവൺമെന്റ് ആണ്. ഇനിയും ഒരിക്കൽ ഈ ഗവൺമെന്റ് ഭരണത്തിൽ വരുന്ന പക്ഷം വെസ്റ്റ് ബംഗാളിന് സംഭവിച്ചത് തന്നെ കേരളത്തിനും സംഭവിക്കും. വെസ്റ്റ് ബംഗാളില് വീടില് അടുപ്പ് പുകയണമെങ്കിൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് കൂലി കിട്ടണം. മറിച്ച് കേരളത്തിലുള്ളവരുടെ വീട് തീ പുകയണമെങ്കിൽ വേറെ ഒരു സംസ്ഥാനത്തും പോകാൻ നിവൃത്തിയില്ല. നല്ല കൂലിയുള്ള സംസ്ഥാനങ്ങളില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം കേരളീയർ അതുകൊണ്ട് എന്തു ചെയ്യുന്നു? കേരളീയർ അതുകൊണ്ട് കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇത് കണ്ടിട്ടെങ്കിലും എൻ്റെ മലയാളക്കരയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഈ ഗവൺമെന്റ് ചെയ്യുന്നതൊക്കെ ശുദ്ധ, അതായത് ഞാൻ എന്ത് തരമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്. എപ്പോഴാണ് വലിയ മഹാഗർത്തത്തിലേക്ക് തെന്നി വീഴുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരത്തിലിരിക്കുന്ന ഗവൺമെന്റാണ്. അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ പാടി പുകഴ്ത്തുന്നവർ ഗവൺമെന്റിനെ ശരിയാക്കൂ. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യിക്കൂ. അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനം ഉണ്ടാവുകയില്ല. ഇതിപ്പോ ഈ ദാരിദ്ര്യം തുടച്ചു നീക്കി എന്നൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷത്തെ റിയൽ ആയിട്ടുള്ള ബുദ്ധിമാന്മാരാണ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. ബുദ്ധിജീവികൾ, ഇടതുപക്ഷത്ത് നിന്നുള്ള ബുദ്ധിജീവികൾ തന്നെയാണ് അതിനെ വളരെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് പ്രൈം വിറ്റ്നസിന്റെ നേരില് ആക്രമണത്തിന് വരുന്നത്? സത്യങ്ങൾ പറയുമ്പോൾ
വിമർശനം ഉന്നയിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ തെറിവിളിച്ച് ആക്ഷേപിക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സർക്കാരിനെ കരിവാരി തേക്കാനല്ല, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലെ ചില സംശയങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. മേരി ജോർജ് മാഡം ആരാണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. മാഡം ഇപ്പോൾ അതിനുള്ള മറുപടിയും പറഞ്ഞു. ഞാനും 16 വർഷമായി മാധ്യമ പ്രവർത്തകനാണ്. നേരത്തെ ജീവൻ ടിവിയിലും അമൃത ടിവിയിലും ഇപ്പോൾ ദൂരദർശനിലും വാർത്താ അവതാരകനാണ്. അല്ലാതെ വെറും ഒരു യൂട്യൂബർ അല്ല. സർക്കാർ നല്ലത് ചെയ്താൽ അതിനെ അനുകൂലിച്ചും നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ വിമർശിച്ചും അവലോകനങ്ങൾ ചെയ്യാറുണ്ട്. ചാനൽ പരിശോധിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഇനിയും വിമർശനങ്ങൾ തുടരും. അത് ആരെയും ആക്രമിക്കാനല്ല എന്ന് ഞാനും ഓർമ്മപ്പെടുത്തുകയാണ്. മാഡം, ഈ കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ പരസ്യമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശരിക്കും ഈ കിഫ്ബി 25 വർഷം അത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണോ? എന്താണ് സർക്കാർ ഇതിലൂടെ നൽകുന്ന സന്ദേശം? ഒരു കാരണവശാലും ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു ഫുൾ പേജ് പരസ്യം? അതായത് ഈ ഒരു പത്രത്തിൽ മാത്രമല്ല, എൻ്റെ വീട്ടിൽ തന്നെ 3 പത്രം, മാതൃഭൂമി, മനോരമ, ഹിന്ദു, ഈ 3 പത്രത്തിലും ഇതുപോലെ ഫുൾ പേജ് പരസ്യം വന്നു. ഫുൾ പേജുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള മിക്ക പത്രങ്ങളിലും ഈ ഫുൾ പേജ് പരസ്യം, ഇതൊക്കെ ഖജനാവിനെ വല്ലാതെ ചോർത്തുന്നതാണ്. ഈ ഫുൾ പേജ് പരസ്യത്തിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അനൗൺസ് ചെയ്യാൻ സമയമായി വരികയാണ്. അതായത് ജനങ്ങൾ ഒരു ഇലക്ഷന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഫേസ് ചെയ്യാൻ, ഇലക്ഷൻ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഘട്ടം. അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഈ പൂർണ്ണകായ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണകായ ചിത്രവും ഈ പറയപ്പെട്ട അനൗൺസ്മെൻറ്റും, അതായത് കിഫ്ബിയെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റും കൂടി ഒന്നിച്ച് ഒരു ഫുൾ പേജിൽ കൊടുക്കുന്നത്, വലിയ അക്ഷരത്തിൽ കൊടുക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഇത്ര മഹാകാര്യങ്ങൾ ചെയ്ത ഒരു മുഖ്യമന്ത്രിയല്ലേ ഇദ്ദേഹം 3-ാം പ്രാവശ്യവും, ഈ ഭരണം 3-ാം പ്രാവശ്യവും ആവർത്തിക്കണം എന്ന ധാരണ ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാൻ ആണ് ഇങ്ങനെ പരസ്യം കൊടുക്കുന്നത്. ഈ പരസ്യം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ പത്രം തുറന്നാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടേതും ഇതുപോലെ ഒരു ഫുൾ പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും കാണും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും പരസ്യം. അതേ സമയത്ത് ഇതുപോലെയുള്ള ഇലക്ഷൻസ് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയേറെ അഡ്വർടൈസ്മെന്റ് നടത്താറില്ല. അപ്പോൾ ഇവിടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണ്, ഇവിടുത്തെ LDFിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് എത്ര കണ്ട് പണം ചെലവഴിച്ച് വേണമെങ്കിലും അഡ്വർടൈസ് ചെയ്യൂ, പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് TV ചാനലുകളിലും ഒക്കെ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ചങ്ങമ്പുഴയുടെ കവിതയാണ് കേട്ടോ പാടാൻ തുടങ്ങിയത്. പക്ഷെ അത് പൂർത്തിയാക്കുന്നില്ല, കാരണം ചങ്ങമ്പുഴയെ പോലും അവഹേളിക്കലായിരിക്കും. ആ കവിതയിൽ എന്താ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അതെന്ത് മനോഹരമായ ഒരു കവിതയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സംസ്ഥാനത്തിൻ്റെ നെഞ്ചത്ത് കത്തി കയറ്റുന്ന അഡ്വർടൈസ്മെൻ്റാണ്. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച് നിലവിൽ വന്ന വാഗ്ദാനങ്ങളുമായിട്ട് ഭരണത്തിലേറിയ ഗവൺമെൻറ് അവ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് ജനങ്ങൾ തന്നെയാണ് സാക്ഷി ആ ചെയ്ത കർമ്മങ്ങൾക്ക്. അവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ, പ്രചരണ തന്ത്രത്തിൻ്റെ ആവശ്യം തന്നെയില്ല. ജനങ്ങൾ തന്നെ പറയും ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും ഭരണത്തിൽ വരണം, ഈ ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നി ഭരണം നടത്തിയത്, വാഗ്ദാനങ്ങളൊന്നും ലംഘിക്കാത്ത ഗവൺമെൻറ്, അഴിമതി തൊട്ടു തീണ്ടാത്ത ഗവൺമെൻറ് എന്ന് ജനങ്ങൾ തന്നെ പറയും. ഇവിടെ നമുക്കറിയാം അഴിമതിയുടെ കഥകൾ. അവസാനം അയ്യപ്പ വിഗ്രഹം പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന തരത്തിലുള്ള അഴിമതി കഥകൾ ചുരുളഴിയുന്ന ഒരു ഭരണഘട്ടമായിരുന്നു കഴിഞ്ഞ 10-9.5 വർഷങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന് വീണ്ടും മുഖം മിനുക്കൽ, വിവിധ രൂപത്തിൽ മുഖം മിനുക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് എല്ലാ പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത്. മാഡം, കിഫ്ബിയെ കുറ്റം പറയുമ്പോഴും നിലവിൽ 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്.
നിർമ്മാണ പദ്ധതികൾ, ദേശീയപാതകൾക്കും വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള ഭൂമി ഏറ്റെടുക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ എന്നിവ ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി 37,388 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചിട്ടുണ്ട്. അംഗീകാരം നൽകിയ പദ്ധതികളിൽ 21,881 കോടി രൂപയുടെ പദ്ധതികൾ നിലവിൽ പൂർത്തീകരിച്ചു. 27,273 കോടി രൂപയുടെ പദ്ധതികളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ദേശീയപാത വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന് സംസ്ഥാന വിഹിതമായി 5,581 കോടി രൂപ കൈമാറി കഴിഞ്ഞു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ കിഫ്ബി നല്ലതല്ലേ? ഇപ്പോൾ ഒരുപാട് പദ്ധതികളെ പറ്റിയാണ് താങ്കൾ ചോദ്യം ചോദിച്ചത്. അതിൽ എത്ര പദ്ധതികൾ ഈ പൂർത്തിയാക്കിയ പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ് പൂർത്തിയാക്കിയ പ്രധാന പദ്ധതികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. 4,299 കോടിയുടെ 104 റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ ഇവയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ പൂർത്തിയാക്കിയ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യവും കൂടി ഓർക്കണം. ഈ പൂർത്തിയാക്കിയ പദ്ധതികൾ തന്നെ ഇപ്പോൾ ഒന്നേന്നെ പുതുക്കത്തക്ക രീതിയിൽ കിടക്കുകയാണ്. 579 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, 44,705 ഹൈടെക് ക്ലാസ് മുറികൾ, 11,257 ഹൈടെക് ലാബുകൾ, 34 എന്ന് പറഞ്ഞു സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യം. ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ അന്ന് ഒരു മന്ത്രിയും തൃശ്ശൂരിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെ, രവീന്ദ്രനാഥ് മന്ത്രി, അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ തന്നെ ഒരു സ്കൂൾ ബിൽഡിങ്ങിന്റെ പ്ലാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞിരുന്നു. എന്നിട്ട് അത് ജനങ്ങൾ കൈകൊണ്ട് അടർത്തി മാറ്റുന്നത് അത്ര കൃത്യതയോടെയും ഭംഗിയോടെയുമാണ്. സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. ആ സ്ട്രെങ്ത് കാണാനായിട്ട് ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തി ഇങ്ങനെ മാന്തി താഴേക്കിടുന്നത് കണ്ട ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. ഏത് നിർമ്മിതിയും ഇവർ കൊടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ വേണ്ട രീതിയിൽ വാച്ച് ചെയ്യാൻ സാധ്യതകൾ ഉണ്ടോ? പിന്നെ അത് കഴിഞ്ഞാൽ കോളേജ് കെട്ടിടങ്ങളുടെ 34 കോളേജ് കെട്ടിടങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തിയായി എന്നാണ് പറയുന്നത്. 175 കോടിയുടെ സാംസ്കാരിക മന്ദിരങ്ങൾ, അത് ശരിയാ, സാംസ്കാരിക മന്ദിരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. എന്താ കാരണം എന്നറിയാമോ? ഈ സാംസ്കാരിക മന്ദിരങ്ങളിലാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ മീറ്റിങ്ങുകൾ വിളിച്ച് ചേർത്ത് അവിടെ വെച്ച് മുഖം മിനുക്കൽ പരിപാടികളൊക്കെ നടത്തുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ സാംസ്കാരിക മന്ദിരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് പൊതുജനങ്ങൾക്ക് വിവരം ഓതി കൊടുക്കുന്ന സാംസ്കാരിക മന്ദിരങ്ങളാണ് പണിയുന്നത് എന്ന് പറയുകയും സ്വന്തം മുഖച്ഛായ മിനുക്കാൻ വേണ്ടി അവ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഇപ്പോൾ വളരെ ശക്തമായിട്ട് പിന്നെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 1,750 കോടിയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതി, ഇനി വ്യാവസായിക വികസനത്തിന് 2,319 കോടിയുടെ പദ്ധതികൾ, വ്യാവസായിക വികസനത്തിന് 2,319 കോടിയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എവിടെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വന്നത് എന്നുള്ളത് നമ്മൾ ഇനിയും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആരോഗ്യ മേഖലയിൽ 1,105 കോടിയുടെ പദ്ധതികൾ, അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ശരശയ്യയിലാണ് എന്നൊക്കെ നമ്മുടെ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ട്, നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു രോഗിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഞാൻ മരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം മെഡിക്കൽ കോളേജാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വലിയ സങ്കടം തോന്നും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും ആ സങ്കടം തീരുകയുമില്ല, അത് താങ്ങാനാവുകയുമില്ല. മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നമുക്ക് അറിയാം. മെഡിക്കൽ കോളേജുകളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ഒക്കെ അവസ്ഥ ഈ തരത്തിലാണ്. അപ്പോൾ ഈ കിഫ്ബി ഫണ്ട് എവിടെ പോകുന്നു? കിഫ്ബി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു? അപ്പൊ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1,644 കോടിയുടെ ജലവിതരണ പദ്ധതികൾ. ജലജീവൻ മിഷൻ 9,000 കോടിക്കടുത്ത് രൂപ ഇപ്പോൾ ഉണ്ടെങ്കിലേ ജൽജീവൻ മിഷൻ മുൻപോട്ട് പോകും. അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം നിൽക്കുകയാണ്. സാധാരണക്കാർക്ക്, അതായത് സംസ്ഥാനം ഒട്ടുക്ക് ശുദ്ധജല വിതരണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 9,000 കോടിക്കടുത്ത് ഫണ്ട് കിട്ടിയാൽ മാത്രമേ അതിന് മുൻപോട്ട് പോകാനൊക്കൂ. എങ്ങും എത്താതെ ജൽജീവൻ മിഷൻ കിടക്കുകയാണ്. എന്നിട്ട് പറയുക ശുദ്ധജല പദ്ധതികൾക്ക് വേണ്ടി 1,644 കോടിയുടെ ചെലവഴിക്കൽ നടത്തിയെന്ന്. ഒരു പക്ഷെ ചെലവഴിച്ചിട്ടുണ്ടാകും. പക്ഷേ
എവിടെ പോയി അതിന്റെ സ്പീഡ്? ഫണ്ട് വാങ്ങി ബാങ്കിലിട്ട് പലിശ കൊടുത്താൽ പോരാ, ആ ഫണ്ട് വിനിയോഗിച്ച് ഈ ശുദ്ധജല വിതരണത്തിന്റെ പണി മുഴുവൻ എത്രയും പെട്ടെന്ന് തീർക്കണം. അതായത് ഇത് ശുദ്ധജല വിതരണമാണ്. ഓർക്കുക, കേരളത്തിൽ എല്ലാവിധ രോഗങ്ങളും മാലിന്യങ്ങളിൽ വഴിയായിട്ടൊക്കെ ഉണ്ടാകുന്ന സമസ്ത തരം രോഗങ്ങളും പിടികൂടുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ. പണക്കാരായ ജനങ്ങളെയാണെങ്കിൽ അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ചെലവെടുക്കാം. സാധാരണക്കാർക്ക് അതുപോലും പറ്റില്ല. അപ്പോഴാണ് ഈ കിഫ്ബി വഴിയായി ഇത്രയേറെ ഫണ്ട് ചെലവഴിച്ചു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചെല്ലാനത്ത് കടൽ ഭിത്തി കെട്ടി എന്ന് പറയുമ്പോഴും ചെല്ലാനത്ത് കടൽ ഭിത്തി എല്ലാം അടിച്ചു തകർന്ന് തിര കയറുന്നത് ഈ അടുത്ത പ്രാവശ്യം അതായത് ഇക്കഴിഞ്ഞ തവണ തിര കയറ്റം ഉണ്ടായ സമയത്തും കടൽക്ഷോഭം ഉണ്ടായ സമയത്തും നമ്മൾ കണ്ടതാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ പൂർത്തിയാക്കിയ പദ്ധതികളെ പറ്റിയുള്ള ക്രെഡിറ്റ് എടുക്കല്, അതായത് സൽപ്പേരെടുക്കല്, അത് തീർച്ചയായിട്ടും വലിയ അളവ് വരെ ഒരു 75% ശുദ്ധ കളവാണ്, അസംബന്ധമാണ് എന്ന് നമുക്ക് ആർക്കും കേരളത്തിന്റെ ഒരു എന്താ പറയുക, ഒരു സാധാരണ ജീവിതം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാകും ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതികളൊക്കെ കടലാസ് പുലികളാണ്. ഇതൊന്നും തന്നെ ജനത്തിന് വേണ്ട രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഹൈവേ ആണെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വെട്ടി ഉണ്ടാക്കി മാത്രം പോരാ, കണ്ടിന്യൂവേഷൻ വേണം. ഒരു ഹൈവേ പൂർത്തിയായാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെയാണ് ഓരോന്നും. അങ്ങനെയല്ല നടക്കുന്നത് എന്നതിന് 100 തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി പൂർത്തിയാകാത്ത പദ്ധതികൾ, അതായത് ഇപ്പോഴും ഗർഭസ്ഥ ശിശുവിനെ പോലെ കിടക്കുന്ന പദ്ധതികൾ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന്, വിഴിഞ്ഞ് തുറമുഖത്തിന് അനുബന്ധ വികസനത്തിന് വേണ്ട പാത, അപ്രോച്ച് റോഡ്, വിഴിഞ്ഞത്തിന് വേണ്ട അപ്രോച്ച് റോഡ്. ഇതുവരെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 227 കോടിയുടെ പദ്ധതികൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാകും, ഇല്ലെന്ന് നമ്മൾ തീർത്ത് പറയുന്നില്ല. മട്ടന്നൂരിൽ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം അത് വിഭാവന ചെയ്തിട്ടുണ്ട്, വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്ന ഒന്നാണ് 2135 കോടിയുടെ വയനാട് ഇരട്ട തുരങ്കം. അതായത് ആനക്കാംപൊയിൽ തൊട്ട് മേപ്പാടി വരെ പോകുന്ന ഇരട്ട തുരങ്കം. അതായത് വയനാടിന് തുരങ്കം വെക്കുന്ന തുരങ്കപാത, അതാണ് ഇപ്പോൾ നിർമ്മിക്കാനായിട്ട് 2135 കോടി മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറയും. മൈക്രോബയോം, ന്യൂട്രാസൂട്ടിക്കൽസ് മികവിന്റെ കേന്ദ്രങ്ങൾ ഒക്കെ സൃഷ്ടിക്കുമെന്ന് പറയുന്നു. അതിന് ഒക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്ര കാലം കൊണ്ട് ഇത് പ്രവർത്തനം തുടങ്ങിയിട്ട് 9.5 വർഷമായി. ഈ 9.5 വർഷം കൊണ്ട് നേടിയത് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ കുറവ് മാത്രമാണ്. ഇതിനുവേണ്ടി പലിശയും മുതലും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട 2 വരുമാന സ്രോതസ്സുകളാണ് വെട്ടിമാറ്റിയത്. പക്ഷേ നമുക്ക് ഇതുവരെ കിട്ടിയതോ ആ നഷ്ടപ്പെട്ട വരുമാനത്തിന്റെ വളരെ കുറച്ച് പ്രയോജനം മാത്രമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഈ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായാൽ കിഫ്ബിയിലൂടെ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും കേരളത്തിന് വലിയ ബാധ്യതയാകുമോ കിഫ്ബി? തീർച്ചയായിട്ടും കിഫ്ബിയെ നിർത്തലാക്കണം എന്ന് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ പറയുമ്പോൾ, അതായത് കിഫ്ബി വഴി കടമെടുത്തല്ലല്ലോ സാധാരണ രീതിയിൽ നമ്മുടെ ബജറ്റിൽ നിന്ന് കടമെടുക്കുക. ബജറ്റിൽ നിന്ന് എടുക്കുന്ന കടം അതുപോലെ മൂലധന ചെലവിന് വേണ്ടി, അതായത് ഇപ്പോൾ കിഫ്ബി വഴി നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ വയനാട് തുരങ്കം പോലെയുള്ള ഇതൊക്കെ അനാവശ്യങ്ങളാണ്. അത് അങ്ങനെയുള്ളതിനെ വെട്ടിമാറ്റിയിട്ട് അത്യാവശ്യങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ബജറ്റിനകത്ത് തന്നെ തുക കണ്ടെത്തുക. ബജറ്റിനകത്ത് കടം വാങ്ങുന്ന 3%, GSDPയുടെ 3% കടം വാങ്ങുക. അതിലൊതുക്കിക്കൊണ്ട് ഇത്തരം ചെലവുകളുമായിട്ട് മുന്നോട്ട് പോവുക. പൊതുഖജനാവിലേക്ക് വരേണ്ട ഇന്ധന നികുതിയും മോട്ടോർ വാഹന നികുതിയും കിഫ്ബി ഫണ്ടിലേക്ക് വകമാറ്റി ചെലവിടുന്നുണ്ട്. ഇത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുകയാണോ? അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് വെഹിക്കിൾ ഡെൻസിറ്റി ധാരാളമുള്ള കേരളത്തിൽ വണ്ടി വാങ്ങിച്ചാലും വെറുതെ വീട്ടിലിട്ടിരിക്കില്ലല്ലോ. ഇന്ധനം അടിച്ച് അത് യാത്രയ്ക്ക് ഉപയോഗിക്കും. എല്ലാ തരം വാഹനങ്ങളും പ്രയോജനപ്പെടുത്താനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 നികുതിയും വലിയ തോതില് വരുമാന ചോർച്ച, ഖജനാവിൽ നിന്ന് വരുമാന ചോർച്ച ഉണ്ടാക്കുന്നുണ്ട്. ചോർന്നു പോകുന്നത് കിഫ്ബിയിലേക്കാണ് താനും.
ആ കിഫ്ബി നടത്തേണ്ട കർമ്മങ്ങളൊന്നും, അതായത് ഇപ്പോൾ ഏറ്റെടുക്കുന്ന പ്രോജക്ട്സ് ഒന്നും സമയത്ത് തീർക്കുന്നില്ല. ആരുടെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണെങ്കിലും സമയത്ത് തീർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡെഡ് വെയിറ്റ് ആയിട്ട് ഇത് കേരള ബജറ്റിലും കേരള എന്താണ് ഗവൺമെന്റിന്റെ ഖജനാവിനും ഒരു ഡെഡ് വെയിറ്റ് ആയിട്ട് അവശേഷിക്കും. ഈ സർക്കാർ ബജറ്റിന് വിധേയമാകാതെ പുറമേ നിന്നും കടം വാങ്ങി ദുരുപയോഗം ചെയ്യുന്ന കിഫ്ബിയെ വിവിധ CAG റിപ്പോർട്ടുകളിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭയിൽ പ്രമേയം പാസാക്കിയാണ് സർക്കാരും ഇതിനെ നേരിട്ടതും. വികസനത്തിന്റെ പേരിൽ കടം വാങ്ങി കടലിൽ കായം കലക്കുന്നതിന് തുല്യമാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ, ഇതല്ലാതെ സർക്കാരിന് മുന്നിൽ പണം കണ്ടെത്താൻ മറ്റു വഴികളില്ലല്ലോ. അതായത് കേരളത്തിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് കേരളം. അതിലെ 18 വൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് ആണ് കേരളം. അപ്പോൾ ഈ മറ്റ് 17 സംസ്ഥാനങ്ങളും ബജറ്റിനകത്ത് ഫണ്ട് കണ്ടെത്തി ഈ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം അതിന് പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് തന്നെ അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത, സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വരുമാന സമാഹരണം വളരെ ശക്തമാക്കുക, അതുപോലെ തന്നെ വേണ്ടിടത്തെല്ലാം നിയന്ത്രണങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ വേണ്ട കർശന നിലപാടുകൾ കൈക്കൊള്ളുക. എവിടെയൊക്കെ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചുരുക്കണമോ അവിടെയൊക്കെ വെട്ടിച്ചുരുക്കുക. എവിടെയൊക്കെ ചെലവുകൾ വെട്ടിച്ചുരുക്കണമോ അവിടെയൊക്കെ വെട്ടിച്ചുരുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ PSC മെമ്പേഴ്സ് UPSCക്ക് 11 മെമ്പേഴ്സ് ഉള്ളപ്പോഴാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് 11 മെമ്പേഴ്സ് മാത്രം ഉള്ളപ്പോഴാണ് കേരളത്തിൽ 21-22 മെമ്പേഴ്സ് ഉള്ളത്. അതിനെ 8, മറ്റ് സംസ്ഥാനങ്ങളിൽ 8, 7, 6 ഈ തരത്തിലൊക്കെയാണ് ഉള്ളത്. ആ തരത്തിലേക്ക് അതായത് ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി എന്നാണ് കേരളം ഘോഷിക്കുന്നത്. അപ്പൊ ഡിജിറ്റലായ സംസ്ഥാനത്ത് എന്തിനാണ് 22 മെമ്പേഴ്സ്? അവർ നോക്കിയിരിപ്പ് കൂലി പോലെ അവർക്ക് ശമ്പളവും മറ്റെല്ലാം വലിയ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്ക് സമരം തുടങ്ങിയതിന് ശേഷം ആണ് അവരുടെ ശമ്പളം, അതായത് PSC മെമ്പേഴ്സിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്. അപ്പൊ അവരുടെ എണ്ണം വെട്ടിച്ചുരുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് വരെ 16-ൽ കൂടുതലില്ല. ഇവിടെ 30, 35, 37 വരെയുണ്ട് പേഴ്സണൽ സ്റ്റാഫ്. അതിനെയൊക്കെ 10ലേക്ക് ചുരുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ റവന്യൂ ചെലവ്, ഇതുപോലെ ഒരുപാട് മേഖലകളുണ്ട് ചൂണ്ടിക്കാണിക്കാൻ. ഞാൻ അങ്ങോട്ടെല്ലാം കടക്കുന്നില്ല. എന്തുമാത്രം വരുമാന സമാഹരണത്തിനുള്ള സാധ്യതകൾ കേരളത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ വനത്തിൽ നിന്നുള്ള വരുമാനം അത് ഓർത്തു നോക്കൂ. 2000-ൽ കേരളത്തിന്റെ ഫോറസ്റ്റ് റവന്യൂ ആകെ നോൺ ടാക്സ് റവന്യൂവിന്റെ 21%. പക്ഷേ ഈ 2023-24 അത് വെറും 7% കുറഞ്ഞു. കാരണം മുട്ടിൽ മരമുറി, സുഗന്ധഗിരി മരമുറി, ഇതുപോലെയുള്ള വനം കൊള്ള മൂലമാണ് വനത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞത്. അതൊക്കെ കാര്യക്ഷമതയോടും സത്യസന്ധതയോടും കൂടി സംസ്ഥാന ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ വരുമാനം വർദ്ധിക്കും, ചെലവുകൾ തന്നെ വെട്ടിച്ചുരുക്കും. അങ്ങനെ വരുമ്പോഴേക്കും കിഫ്ബി വേണ്ട, KSSPL-ഉം വേണ്ട, കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി വേറെ ഒരു LDF ഗവൺമെന്റ് അല്ല, വേറൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ ഏത് ഗവൺമെന്റ് വന്നാലും അവർക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. അത്രയധികം എന്ന മഹാമേരുവിന്റെ മുകളിലാണ് ഇപ്പോൾ സംസ്ഥാനം നിൽക്കുന്നത്. അപ്പൊ ഈ കടമെന്ന മഹാമേരുവിന്റെ മുകളിൽ അകപ്പെടുന്ന ഒരു ഗവൺമെന്റിനും നേരെ ചൊവ്വേ എഫിഷ്യൻസി കാണിച്ച് സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാഡം, ഈ കിഫ്ബി കേരളത്തിന് വലിയ ബാധ്യതയാകും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയ ആഘോഷം നടത്തുകയാണ് 25 വർഷം പിന്നിട്ടതിന്റെ. അപ്പോൾ മോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു കടുംപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമോ? വീണ്ടും മോദി സർക്കാരിന് കടുംപിടുത്തം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകണം. മോദി സർക്കാരിന് കടുംപിടുത്തം ഉണ്ടായില്ലെങ്കിൽ ഈ പറയപ്പെട്ട പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളൊക്കെ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ വയനാട്ടിലേക്കുള്ള തുരങ്കം പാത പോലെയുള്ളതൊക്കെ ഉണ്ടാക്കി നശിപ്പിക്കും. അത് മാത്രവുമല്ല, മോദി സർക്കാർ കൊടുക്കേണ്ടത് കൊടുക്കണം. അതായത് ഫെഡറൽ സംവിധാനങ്ങൾക്ക് അനുസരിച്ച് സംസ്ഥാനത്തിന് അർഹമായത് കൃത്യമായും കൊടുക്കണം. പക്ഷെ ഇവിടെ മോദി സർക്കാരിനെ
നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് മോദി സർക്കാരിനോട് പിണങ്ങാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കൊടുത്ത പണത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കിയാൽ മാത്രമേ അടുത്ത ഗഡു കൊടുക്കൂ. അത് ഏത് ഗവൺമെന്റും ജുഡീഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അല്ലെങ്കിൽ പിന്നെ കടലിൽ കല്ലെറിയുന്നത് പോലെ ആയി പോകും ഫണ്ട് കൊടുത്താൽ. അപ്പൊ അത് സംസ്ഥാന ഗവൺമെന്റിനെ അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വവും സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വവും നിറവേറ്റിയാൽ മാത്രമേ ഈ ഫണ്ടിന്റെ വരവ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൃത്യമായിട്ട് കിട്ടൂ. അത് തീർച്ചയായിട്ടും അനിവാര്യമാണ് താനും.